പള്ളി അറബികൾ കുറെ പള്ളികളൊക്കെ കൊടുത്തിന്. മുസ്ലിമീങ്ങൾക്ക് വലിയ ആവശ്യമുള്ള സ്ഥലത്ത് പള്ളിയെടുക്കാം. അധിക പള്ളിയെടുത്തത് ആ മഹല്ലത്തിന്റെ എതിർ പള്ളിയേറ്റ്. ഒരാവശ്യമില്ലാത്ത രീതിയിൽ അവിടെ വിമായത്ത് പള്ളിയുണ്ട്, മക്ബറുള്ള വലിയ പള്ളിയുണ്ട്, അതിന്റെ എതിരിൽ പള്ളി. അധികം ആളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞതല്ല, നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയും. അവിടെ ആ പള്ളിയൊന്നും ആവശ്യമില്ല, വേറൊരു പള്ളിയാണ് അതിന് മുന്നിൽ തന്നെ കൊണ്ടെടുത്തത്. വേറെ പള്ളി അതിന് മുന്നിൽ തന്നെ കൊണ്ടെടുത്തത്. എന്തിനാ അതിങ്ങനെ അറബികൾ കായും വാങ്ങിയാണ്ട് വേറെ പള്ളി എടുത്തത്? 2000 പള്ളി അടുത്തുകൾ. പിന്നെ ഈ മുടിൻ്റെ ഒരു പള്ളി എടുക്കാൻ ചൊല്ലി പുതുമയാണ്. നമ്മളെ ഈ പറയൽ 2000 3000 കൂട്ടിയോളി, എന്നാലും മടിയില്ല. അവരോട് ഈ പൈസ വാങ്ങിയാണ്ട് എന്താ ഈ മഹല്ലത്തിൽ വിതരണണ്ടാക്കാൻ നടക്കുന്നത്? അധികം ആളോടും ചോദിച്ചാൽ പറയാം വേറൊരു പള്ളി എടുത്ത് എന്താ അത് കാട്ടണ മാറ്റണം. قال علماؤنا وكل مسجد بني على الضرار മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ എടുക്കപ്പെട്ട പള്ളി, ഔ റിയാഅൻ വ സുംഅതൻ അല്ലെ കേളി ഗർവിക്ക് വേണ്ടി വെച്ച പള്ളി, വഹുവ ഫീ ഹുക്മി മസ്ജിദുൽ ദിറാർ. മഹാന്മാർ മസ്ജിദുൽ ദിറാറിന്റെ ഹുക്കുമാണ് അതിന്. അപ്പൊ എന്തായി? ലാ തജൂസു സ്വലാത്തു ഫീ, നിസ്കരിക്കാൻ പാടില്ല. എത്രത്തിൽ? വഖദം അജ്മഅൽ ഉലമാഉ, ഉലമാക്കൾ ഏകോപിച്ചിട്ടുണ്ട്. അലാ അന്ന മൻ സല്ലാ ഫീ കനീസത്തിൻ ഔ ബിഅത്തിൻ, അമ്പലത്തിലോ കനീസയിലോ ബിഅത്തിലോ നിസ്കരിച്ചാൽ, അലാ മൗളിൻ ഖാഹിറിൻ, അവിടെ ശുദ്ധിയുള്ള സ്ഥലമാണെങ്കിൽ അമ്പലത്തിൽ കടന്ന് നിസ്കരിച്ചു, അല്ലെങ്കിൽ അവരെ വേറെ സ്ഥലത്ത് ഇബാദത്ത് സ്ഥലത്ത് നിസ്കരിച്ചു, ആ സ്ഥലത്ത് ശുദ്ധി ഉണ്ടെങ്കിൽ അന്ന സലാത്തോ മാളിയത്തും ജായിസത്തും, ആ നിസ്കാരം അംഗീകരിച്ചതും ജായിസുമാണ്. എന്നിരിക്കവേ മസ്ജിദുൽ ദിറാർ മുസ്ലിമീങ്ങളെ തഫ്രീഖിന് ഉണ്ടാക്കിയ പള്ളി, ലാ തജൂസു സ്വലാത്തു ഫീ. ആ മഹാന്മാരെ തീരുമാനം. ആ മസ്ജിദുൽ ദിറാർ കുറെ ഉണ്ടാക്കി.